കോൺഗ്രസും ഇടതുപക്ഷവും അഴിമതി രാഷ്ട്രീയത്തിന്റെ രണ്ട് മുഖങ്ങളാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയും കർണാടകയിലെ കോൺഗ്രസ് MLA-യുമായ KC വീരേന്ദ്രയിൽ നിന്ന് 40 കിലോയിലധികം സ്വർണം ED പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്ത. അഴിമതി രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ആയാലും ഇടതായാലും ഒരേപോലെയാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം തന്നെയാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രദുർഗയിൽ നടത്തിയ പരിശോധനയിലാണ് 2 ലോക്കറുകളിൽ നിന്നായി തന്നെ 24 ക്യാരറ്റിന്റെ 40 കിലോ സ്വർണ്ണക്കട്ടികൾ അവിടെ കണ്ടെടുത്തിരിക്കുന്നത്. ഇതിനു മുൻപേ തന്നെ ഇതേ കേസിൽ തന്നെ 21 കിലോ സ്വർണം ഉൾപ്പെടെ തന്നെ 103 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടെത്തുകയും ചെയ്തതാണ്. വീരേന്ദ്രയും കുടുംബാംഗങ്ങളും അനധികൃതമായി നടത്തിയ ചൂതാട്ട വെബ് സൈറ്റുകളിലൂടെ തന്നെ 2000 കോടിയിലേറെ രൂപ സമ്പാദിച്ചതെന്നതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഓൺലൈൻ ചൂതാട്ടത്തിലൂടെ തന്നെ നേടിയ കള്ളപ്പണമാകട്ടെ വിവിധ ബിനാമി ഇടപാടുകളിലൂടെ തന്നെ വെളുപ്പിച്ചതായും ഇതിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുന്നതായും ED വിശദീകരണം നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റിൽ ബംഗളൂരു അതുപോലെ ചിത്രദുർഗ അടക്കം തന്നെ വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം തന്നെ സിക്കിമിൽ നിന്ന് വീരേന്ദ്രയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ചിത്രദുർഗ മണ്ഡലത്തിലെ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന വീരേന്ദ്ര മുൻപാകട്ടെ JDS-ലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു കോൺഗ്രസിൽ ചേർന്നതെന്നും ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോഴും ഇത്രയധികം അഴിമതി നിറഞ്ഞ ഒരുപാട് കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഇടത് സർക്കാരിനെ തന്നെയാണ്. അഴിമതി രാഷ്ട്രീയത്തിൽ ഇരു പാർട്ടികളും ഒരേ മുഖമാണ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും അതിനു മുൻപ് കോൺഗ്രസും ചേർന്നുകൊണ്ട് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് കിലോ കണക്കിന് സ്വർണമാണ് അവർ കടത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയൊരു തീവെട്ടി കൊള്ളയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം. കിലോ കണക്കിന് സ്വർണ്ണമാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് പോലും ഇടത് സർക്കാർ കൊള്ളയടിച്ചിരിക്കുന്നത്. സ്വർണം ചെമ്പായി മാറ്റി വീണ്ടും അവിടെ അവർ അത് സ്ഥാപിച്ചു. ഇതിൽ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ട് എന്നും ഇതിലെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഇടത് സർക്കാരിലേക്കാണ് എന്നത് വ്യക്തമായി തന്നെയാണ് ഇവിടെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ശബരിമലയിൽ നടന്നത് തീവട്ടിക്കൊള്ളയാണ് എന്നത് ഇതിനോടകം തന്നെ പ്രതികരിച്ച കുമ്മനം രാജശേഖരനടക്കം വ്യക്തമാക്കിയ കാര്യമാണ്. ഇതിപ്പോൾ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ വിഷയം പുറത്തറിയുമായിരുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. 1998 വിജയ് മല്യ കൊടുത്ത സ്വർണ്ണ പാളികളിൽ പൊതിഞ്ഞ ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ള പല സാധനങ്ങളും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ആ മാറ്റം ചെയ്തതിന് പകരമായിട്ട് തന്നെ സ്വർണം പൂശി എന്ന് പറയുന്ന ചില സാധനങ്ങൾ അവിടെ പിന്നെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയ് മല്യ കൊടുത്ത സ്വർണ്ണ പാളികളുടെ എത്ര കിലോ നഷ്ടപ്പെട്ടു എന്നത് ഇതുവരെയും കൃത്യമായ ഒരു കണക്കുകൾ പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. അത് നഷ്ടപ്പെട്ട കാലഘട്ടം ഏകദേശം 2019 മകരവിളക്കിന് ശേഷമാണ്. അതായത് 2019 സെപ്റ്റംബറിലായിരിക്കാം എന്നതാണ് സൂചിപ്പിക്കുന്നത്. കാരണം അങ്ങനെയാണ് അവിടെ നിന്നുള്ള കണക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം എങ്ങനെയാണ് ഇത് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ അവിടെ നിന്നും മോഷ്ടിച്ചു എന്നതും വ്യക്തമല്ല. തീർച്ചയായും ഇത് നടന്നിരിക്കുന്നത് ക്ഷേത്രം തുറന്നിരുന്ന സമയത്താവില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതായത് ക്ഷേത്രത്തിൽ യുവതീ പ്രവേശനം നടത്തി വളരെ ആഹ്ലാദിച്ചും പൊട്ടിച്ചിരിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് സഹായികൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും ശബരിമലയിലെ മകരവിളക്ക് കഴിയുന്നത് വരെ ഇത്തരം ഒരു കാര്യത്തിൽ അവർ ഇടപെടൽ നടത്താതെ തന്നെ തന്ത്രമായി തന്നെ നിൽക്കുകയായിരുന്നു എന്നതും മറ്റൊരു കാര്യമാണ്. മാത്രമല്ല ഇതിൽ നിരവധി ചോദ്യങ്ങളടക്കമായിരുന്നു പുറത്തു വന്നത്. കാരണം 24 മണിക്കൂറും ഭക്തപ്രവാഹമുള്ള ഒരു ആ സ്ഥലത്ത് നിന്ന് ആ ഒരു സമയത്ത് എങ്ങനെ ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കടത്താൻ സാധിക്കും എന്നതടക്കം വലിയ ചോദ്യങ്ങൾ ഉയർത്തിയ കാര്യമാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ ED അന്വേഷണത്തിന് എത്തുകയും ഈ വിവരങ്ങളെല്ലാം തന്നെ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആയതിനാൽ തന്നെ ഇപ്പോൾ ഇതിലൂടെ തന്നെ വ്യക്തമാണ് കോൺഗ്രസും ഇടത് സർക്കാരും അഴിമതിയുടെ കാര്യത്തിൽ തികഞ്ഞ 2 മുഖങ്ങളായി തന്നെ നിലകൊള്ളുന്നവരാണ് എന്ന് തന്നെ ഇതിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.